എരുമാപ്രമറ്റം MDCMS ഹൈസ്കൂളിൽ പ്രവേശനോത്സവവും ആധുനിക ടോയ്ലറ്റ് സമുച്ചയ ഉദ്ഘാടനവും നടത്തപ്പെട്ടു. എരുമാപ്രമറ്റം MDCMS ഹൈസ്കൂൾ എരുമാപ്രമറ്റത്ത് പ്രവേശനോത്സവവും ആധുനിക ടോയ്ലറ്റ് ഉദ്ഘാടനവും നടത്തപ്പെട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ മാക്സിൻ ജോണിൻ്റെ അധ്യക്ഷതയിൽ റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനി നിർവഹിച്ചു. ടോയ്ലറ്റ് സമുച്ചയ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ ജെറ്റോ ജോസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫ് മുഖ്യപ്രഭാഷണവും ലയൺസ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണവും നടത്തി. ശ്രീ അനുരാഗ് പാണ്ടിക്കാട്ട്, PC മാത്തുക്കുട്ടി, സണ്ണി മാത്യു, ഡെൻസി ബിജു, TJ ബെഞ്ചമിൻ, ജഗ്ഗു സാം, പ്രൊഫസർ റോയ് തോമസ്, മനോജ് ബെഞ്ചമിൻ, മനോജ് മാത്യു, മനീഷ് കല്ലറയ്ക്കൽ, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് സൂസൻ B ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അരുവുത്ര ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ബാഗ്, കുട, സൈക്കിൾ, വായനയ്ക്കായി ഒരു വർഷത്തേക്കുള്ള ദിനപത്രം, നോട്ട്ബുക്കുകൾ, മധുരപലഹാരങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. ലയൺസ് മെമ്പർമാരായ ടിറ്റോ T തക്കൽ, അരുൺ കുളമ്പള്ളി, സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ, മാത്യു വെള്ളാപ്പാണിയിൽ, ജോസഫ് ചാക്കോ, തീവ മോൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ, കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ, കരളിൻ്റെ പൂക്കൾ നിൻ പദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ, കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമെന്നും പ്രവേശനോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ എരുമാപ്രമറ്റം MDCMS ഹൈസ്കൂളിന്റെ 75 വർഷത്തിന്റെ ധന്യതയും കടന്ന് ഇന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. ഈ പ്രവേശനോത്സവത്തിൽ പ്രാർത്ഥനാനിർഭരമായ നിറസാന്നിധ്യം കൊണ്ട് പ്രവേശനോത്സവ വേദിയെ ധന്യമാക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഈ ധന്യമുഹൂർത്തത്തിന്, ഈ ധന്യവേദിയെ അധ്യക്ഷപദം കൊണ്ട് അലങ്കരിക്കുന്നതായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ബിഷപ്പ് സെക്രട്ടറിയും നമ്മുടെ സ്കൂളിന്റെ ലോക്കൽ മാനേജറുമായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ മാക്സിൻ ജോൺ അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ യോഗത്തിന്റെ ഈ മീറ്റിംഗിന്റെ പ്രവേശനോത്സവ വേദിയുടെ അധ്യക്ഷപദത്തിലേക്ക് ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ല കയ്യടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. 2024-2025 പ്രവേശനോത്സവം കഴിഞ്ഞ ശേഷം 25-26 ഈ വർഷത്തെ പ്രവേശനോത്സവം തികച്ചും ഒരു അനുഗ്രഹം നിറഞ്ഞ തുടക്കമാണ് എന്ന് തന്നെ പറയാം. കാരണം മറ്റൊന്നുമല്ല, മറ്റൊന്ന് സ്കൂളിനും ലഭിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം ഇന്ന് MDCMS ഹൈസ്കൂളിന് ലഭ്യമായിരിക്കുകയാണ്. അതിന് മുഖാന്തരമായത് റവറൻ മാക്സിൻ അച്ഛനിലൂടെ ഞങ്ങളുടെ ബിഷപ്പിനെ ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രവേശനോത്സവ വേദിയിൽ ഞങ്ങൾക്ക് ലഭിച്ചതാണ് ഞങ്ങളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം. ഇന്നത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുവാനും അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനുമായി പുറക്കെട്ടിയ സമയം മാറ്റിവെച്ചുകൊണ്ട് വളരെ വിലപ്പെട്ടതായിട്ടുള്ള നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും ധന്യനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനി, ഏറ്റവും ബഹുമാന തിരുമേനി റവറൻ VS ഫ്രാൻസിസ് തിരുമേനിയെ ഏറ്റവും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം MDCMS ഹൈസ്കൂളിന്റെ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി
നമ്മുടെ ജെസി ജോസ് പ്രതീക്ഷകളുമായി നിറഞ്ഞ പ്രകാശത്തോടുകൂടി അധ്യയന വർഷത്തെ നമുക്ക് വരവേൽക്കാം. നിറഞ്ഞ കരഘോഷത്തോടുകൂടെ നമുക്കെല്ലാവർക്കും അതിൽ പങ്കുചേരണം. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ടോയ്ലറ്റ് സംവിധാനം നമുക്കുണ്ടാകാൻ ഇടയായി തീർന്നു. മറ്റനേക കാര്യങ്ങൾ നമുക്ക് ആ ഒരു പ്രവർത്തന ഫലമായി ഉണ്ടായി. ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാരോ കുട്ടികളോ അധ്യാപകരോ അല്ല, അവരും അതിനു മുമ്പും ഇവിടെ പഠിച്ചവരും അഭ്യുദയകാംക്ഷികളായ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ അവരൊരു അസോസിയേഷനായിട്ട് OSA-ആയിട്ട് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ ധാരാളം സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ലയൺസ് ക്ലബിൻ്റെ കെയർ ഓഫിലായിരിക്കും കിട്ടിയതെന്ന് ഞാൻ കരുതുന്നത്. അതിന് കാരണം അവർക്ക് വേറെ സ്ഥലങ്ങളില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ഒരു നേരത്തെ ഇവിടെ പഠിച്ചൊരു ചേട്ടായി എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അമരക്കാരനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും, അല്ലേ? നമുക്ക് വളരെ അഭിമാനമാണ്. ഈ സ്കൂളിൽ പഠിച്ചവരെ അവര് സമൂഹത്തിൽ വിവിധങ്ങളായ നിലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു, നേതൃത്വം നൽകുന്നു എന്ന് കേൾക്കുമ്പോൾ, പ്രവർത്തിക്കുന്നത് മാത്രമല്ല നേതൃത്വം നൽകുന്നു എന്ന് കാണുന്നതും കേൾക്കുന്നതും നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് ശ്രീമതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് അവர்களுം ബ്ലോക്ക് മെമ്പർ ശ്രീ ജെറ്റോ ജേസും ചേർന്ന് നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ജെറ്റോ ജോസ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ തിരുമേനിയുടെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ജെറ്റോ ജോസ് മെമ്പർ ഇവിടെ നാട് മുറിക്കുന്നതും നമ്മുടെ ഈ ടോയ്ലറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനുമാണ്. ഇതിനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വിശിഷ്ടരായ വ്യക്തികളെയും ഏറ്റവും സ്നേഹത്തോടെ MDCMS ഹൈസ്കൂളിൻ്റെ ഈ പ്രവേശനോത്സവ ഈ ടോയ്ലറ്റ് സമുച്ചയ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇപ്രകാരം ഞങ്ങളുടെ സ്കൂളിന് MDCMS ഹൈസ്കൂളിന് വളരെ അത്യാവശ്യമായിരുന്ന ആധുനിക രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് സമുച്ചയം പണിത് നൽകുവാൻ തക്കവണ്ണം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച എല്ലാ സഹായങ്ങൾക്കായി നമ്മുടെ സ്വാഗതം. അത് ഇന്ന് ഉപയോഗത്തിനായിട്ട് വേർതിരിക്കുന്ന സമയത്ത് അങ്ങ് ചെയ്ത നന്മയുടെ വർത്തങ്ങളെ ശ്രദ്ധിക്കുകയും ബോധപ്പെടുകയും ചെയ്യുന്നു. കർത്താവെ, ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ ത്രിതല പഞ്ചായത്തിൽ ഞങ്ങൾ ലഭിക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കായി നമ്മുടെ സ്വാഗതം. കർത്താവെ, ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് എല്ലാവരെയും ഞങ്ങളെ സമയത്ത് ഓർക്കുന്നു. അവരെ സ്കൂളിനോട് കാണിക്കുന്ന ആ സ്നേഹത്തിനും കരുതലുമായി നമ്മുടെ സ്വാഗതം. അവരെയും ഉടനെ അനുഗ്രഹിക്കാൻ അവർ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെയും കർത്താവെ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും ഒരുപോലെ ഇവിടെ അനുഗ്രഹിക്കണം. ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് തലങ്ങളിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. അത് ഞങ്ങളുടെ ദേശത്തിനാകമാനമായി അനുഗ്രഹമായിരിക്കുന്നതിനായി പ്രത്യേകിച്ച് ഈ പ്രത്യേക സമയത്ത് ഞങ്ങളെ സ്തുതിക്കുകയും അനുഗ്രഹിക്കണം, നിർവഹിക്കണം. മൗത്തൊന്ന് മാത്രം യേശുമാർ പ്രാർത്ഥിക്കുന്നത്. ചേട്ടാ പൊറോട്ട ശരി. നമ്മൾ ത്രിവേദിയും ബ്ലോക്ക് ചേർന്ന് നാട് മുറിച്ച് ഏറ്റവും യോഗ്യരായ
എല്ലാം കൈയടിച്ച് കാരണം ഇന്നത്തെ സാഹചര്യം ലഹരി മയക്കുമരുന്ന് ഒക്കെ അടിമയായി പോകുന്നൊരു സാഹചര്യം. അപ്പോൾ നിങ്ങൾ പഠനമായിരിക്കണം നിങ്ങളുടെ ലഹരി, മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിക്കേണ്ട കാലഘട്ടമല്ലത്. നമ്മളെപ്പറ്റി നമ്മുടെ കാരണന്മാർക്ക് നമ്മളെ പഠിപ്പിക്കുന്ന സ്കൂളിന് നമ്മുടെ സമൂഹത്തിന് എല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഈയിടെ പൂഞ്ചിറ വാർഡില് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ദേവനെന്ന ഒരു കൊച്ചിന്റെ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇടയുണ്ടായി. ഞാൻ അവിടെ ആ കൊച്ചിനെ അനുമോദിച്ചപ്പോൾ ആ കൊച്ചിന്റെ അടുത്തിരുന്ന അമ്മയുടെ കണ്ണുകളിൽ ഞാനൊരു തിളക്കം കണ്ടു. അച്ഛനില്ലാതെ വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കാരണന്മാരുടെ കണ്ണുകളിൽ ആ തിളക്കം സൃഷ്ടിക്കണം. നമ്മളുടെ ലക്ഷ്യം പഠനം തന്നെയായിരിക്കണം. പണ്ടത്തെ സാഹചര്യങ്ങളിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊന്നും പല കുടുംബത്തിലില്ലായിരുന്നു. എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ പ്രീ ഡിഗ്രിയോടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് 10ലും പ്രീ ഡിഗ്രിക്ക് 2nd ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ മൂത്ത 2 പേരുണ്ട്. അവരുടെ അടുത്ത് ഞാനൊന്നും അല്ലാതായിപ്പോയി. എല്ലാവരെയും കൂടെ പഠിപ്പിക്കാനുള്ള ചുറ്റുപാടില്ല. അതുകൊണ്ട് അതിനുശേഷം ഞാൻ കൃഷിപ്പണിയായിട്ട് പറമ്പിലേക്കൊക്കെ ഇറങ്ങി. പക്ഷെ അന്നത്തെ കാരണന്മാർക്ക് വിദ്യാഭ്യാസത്തിന്റെ അതിന്റെ ഗൗരവം അറിയത്തില്ല, അതുകൊണ്ടുള്ള പ്രയോജനം അറിയത്തില്ല. അപ്പം നമ്മളെ കാരണന്മാരെ കുറ്റം പറയുന്നതല്ല, അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഏകദേശം 1 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. പക്ഷേ ധാരാളം ആർട്ടിക്കിളുകൾ എഴുതാനായിട്ട് ഒത്തിരിയധികം ആളുകൾ സമീപിച്ചുവെങ്കിലും ഇന്ന് എഴുതുന്നവർ വളരെ അപൂർവമാണ്, ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെ കുറേയധികം കഷ്ടപ്പെട്ട് അതിൻ്റെ ആർട്ടിക്കിൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ മാഗസിൻ്റെ ആദ്യ കോപ്പിയുടെ പ്രകാശനമാണ് നടത്തുന്നത്. കാരണം കുറച്ചുകൂടി മിനുക്കുമണികളുണ്ട്. 19-ാം തീയതി വായനോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിതരണം നടത്തപ്പെടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഒന്നുകൂടി വിശകലനം ചെയ്തതിന് ശേഷമായിരിക്കും ഫൈനൽ കോപ്പി നമ്മുടെ കയ്യിലെത്തുക. ഇന്ന് ഈ പ്രവേശനോത്സവത്തിൻ്റെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആ മാഗസിൻ്റെ ആദ്യ കോപ്പി ഏറ്റവും സ്നേഹ ആരാധ്യനായ മഹാഡോ ബിഷപ്പ് റൈറ്റർ VS ഫ്രാൻസിസ് തിരുമേനിയെ സ്നേഹപൂർവ്വം ആദരവോടുകൂടി മാഗസിൻ്റെ ഉദ്ഘാടനം പ്രകാശനം നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ കോപ്പിയാണ്. കുറച്ചുകൂടി മിനുക്കുമണികളുണ്ട്. അവിടെ ഇപ്പോൾ റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ ആരെങ്കിലും അതിലേക്ക് ലേഖനങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു 10 ദിവസത്തിനുള്ളിൽ അതോടെ രേഖപ്പെടുത്തിയാൽ, കാരണം ഇനി ഒരു 25 വർഷത്തേക്ക് 50 വർഷത്തേക്കോ നമ്മുടെ ഒരു കയ്യൊപ്പായിരിക്കും. അനുഭവക്കുറിപ്പുകളോ ഓർമ്മക്കുറിപ്പുകളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ അതോടെ ചേർത്തായിരിക്കും നമ്മുടെ ഫൈനൽ മാഗസിൻ 19-ാം തീയതി നമ്മുടെ കൈകളിലേക്ക് എത്തുക. ഉൾപ്പെടെയുള്ള അതായത് നല്ലൊരു ജനപങ്കാളിത്തത്തോടെയാണ് ഈ സ്കൂളിൻ്റെ മോച്ചായ മാറ്റുന്നതിന് പ്രവർത്തിച്ചത്. അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമങ്ങൾ കഴിഞ്ഞ നാളിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇരിയാറ്റുപേട്ട ബ്ലോക്കിൽ നിന്ന് ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ 11.5 ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് സമുച്ചയം പണി പൂർത്തീകരിക്കുന്നതിന് സഹായിച്ചു. അത് ഇൻസുലേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് അതിൻ്റെ പ്രവർത്തനം. 6 ടോയ്ലറ്റായിട്ട് 2 സൈഡിലായിട്ട് 6 ടോയ്ലറ്റാണ് അതിനുള്ളത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ സ്കൂളിനെ ഞങ്ങൾ 2 പേരും, അതായത് ഇരിയാറ്റുപേട്ട ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസും ഞാനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് ഇവിടുന്ന് SLC കഴിഞ്ഞിറങ്ങിപ്പോയവരാണ്. ആ രീതിയിൽ ഞങ്ങൾ ആ സമയത്ത് അന്നത്തെ ബഹുമാനപ്പെട്ട തിരുമേനി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്കൂൾ മാനേജർ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന പ്രകാരം ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഇരിയാറ്റുപേട്ട ബ്ലോക്ക് ഇവിടെ ചെയ്തത്. ആ രീതിയിൽ എല്ലാ സഹകരണവും നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും PTA ഭാഗത്തുനിന്നും എല്ലാം നല്ല സഹകരണവും അവർ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അതായത് പൂർത്തീകരിച്ച് അതിന് വേണ്ടിയിട്ട് ഒപ്പം നിന്ന് നല്ല ഇന്നത്തെ ഈ യോഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കാണിച്ച ഒരു നല്ല മനസ്സിനെ പ്രത്യേകം സ്കൂൾ മാനേജ്മെന്റിനെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം. എന്തായാലും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നല്ല ഒരു അനുഗ്രഹ പ്രഭാഷണം തിരുമേനി, ഞാൻ വന്നപ്പം തിരുമേനി പറയുകയായിരുന്നു, നമ്മുടെ സ്കൂളിൽ നമുക്ക് സ്കൂള് വളരെ നല്ല രീതിയിൽ അതിൻ്റെ പാഠ്യവിഷയവും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം സ്ട്രക്ചറലായിട്ടും എല്ലാം മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നല്ല സൈക്കിളും അതുപോലെ ബാഗും പുസ്തകങ്ങളും ഒക്കെ ഇരിക്കുന്നു. ലയൺസ് ക്ലബ്ബുകാരാണ് സ്പോൺസർ ചെയ്തതെന്ന് പറയുന്നത് വളരെ ഏറെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട സിബി പ്ലാത്തോട്ടത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പ്രമുഖരായ റോയ് സാർ അടക്കം എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്.
തീർച്ചയായിട്ടും കുറേ നാളുകളായിട്ട് അവർ ലയൺസ് ക്ലബ്ബ്, ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല സഹകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഏറെ അഭിനന്ദിക്കുന്ന, അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒത്തിരിയേറെ മറ്റ് ക്ലബ്ബുകളോ വലിയ ക്ലബ്ബുകളോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പം അതിന് തീർച്ചയായിട്ടും ലയൺസ് ക്ലബ്ബ് നമ്മുടെ നാടിനെ, സ്കൂളെന്ന് മാത്രമല്ല വിവിധ കാര്യങ്ങളിൽ ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബ് ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യങ്ങളിൽ, കൂടുതൽ കാര്യങ്ങളിൽ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. ടൂർ നടത്തിയിട്ടുണ്ട്, വിവിധ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൻ്റെ ജൂബിലി സംബന്ധമായ പ്രവർത്തനങ്ങളും എല്ലാം നല്ല ഒരു സഹകരണം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മുഴുവൻ കടന്നു വരാവുന്ന രീതിയിലുള്ള സമ്മർ ക്യാമ്പാണ് ഇവിടെ നടത്തിയത്. അല്ലാതെ ഈ സ്കൂളിലെ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചല്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ഇനി 4 മണിയോ 5 മണിയോ 5:30യോ 6 മണിയോ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും വെയിറ്റ് ചെയ്യാൻ തയ്യാറുള്ള, അവർക്ക് വേണ്ടി ശനിയാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ വരേണ്ടി വന്നാൽ വരുവാൻ തയ്യാറുള്ള അധ്യാപകരുള്ള കോട്ടയം ജില്ലയിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ലയൺസുമായി ബന്ധപ്പെട്ട് ലയൺസിന്റെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ എല്ലാ സ്ഥാപനങ്ങളിലും കടന്നു ചെല്ലുന്ന എനിക്ക് വളരെ കൃത്യമായി ഓരോ സ്ഥാപനത്തിലെ അധ്യാപകരെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, തീർച്ചയായും രക്ഷകർത്താക്കളെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ ഏറ്റവും നല്ല സ്ഥാപനത്തിലാണ് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരുമേനിയെ പറ്റി പറയുകയാണെങ്കിൽ, തിരുമേനിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കക്ഷി രാഷ്ട്രീയം അതല്ലെങ്കിൽ മതത്തിനുമെല്ലാം ഉപരിയായി എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു തിരുമേനിയാണ് നമ്മുടെ ഈസ്റ്റ് കേരള ഡയസിനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും MDCMS ഹൈസ്കൂളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പൂർവ്വവിദ്യാലയമായ ഹെൻറി ബേക്കർ കോളേജിലുമൊക്കെ കടന്നു വന്ന് ഓരോരോ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഏൽപ്പിക്കുകയാണ് 10,000 രൂപയിൽ കുറയാത്ത ഒരു കാര്യം. അത് മെറിറ്റ് ഡേയിൽ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സൂസൻ ടീച്ചറും ഇവിടുത്തെ ടീച്ചേഴ്സും തീരുമാനിച്ചോളുക. അന്ന് നമുക്ക് അങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് കൂടി ചെയ്യാം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധമായ സ്നേഹവും തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പഠനത്തെ നിങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ്. അഭിഷേക് അനീഷ് ഇപ്പോൾ പഠനോപകരണം ഏറ്റുവാങ്ങുന്നു. സ്കൂൾ ബാഗ് കൂടെ എന്നിവ ഏറ്റവും ബഹുമാനപ്പെട്ട മാക്സിം ജോൺസിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. ലയൺസ് ക്ലബ്ബ് നൽകുന്ന നോട്ട് ബുക്കുകൾ സ്കൂളിന് വേണ്ടി ഇപ്പോൾ കൈമാറുന്നതാണ്. സ്വീകരിക്കുന്നതിനായി SMC വിദ്യാർത്ഥികളെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. തിരുമേനിയെ ആദരിക്കാനായി ക്ഷണിക്കുന്നു. ഒരു നല്ല കയ്യടി നമുക്ക് കൊടുത്ത് ബഹുമാനപ്പെട്ട തിരുമേനിയെ നമുക്ക് ആദരിക്കാം. തിരുമേനിയാണ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു സർ. അതുപോലെ മാക്സിം ജോൺസൺ എന്നിവർ ചേർന്ന് സ്കൂളിന് വേണ്ടി ഈ പ്രോജക്റ്റ് കൈമാറുന്നു.
പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഇപ്പോൾ തിരുമേനിയിൽ നിന്നും ലയൺസ് ക്ലബ് മെമ്പേഴ്സിൽ നിന്നും സഹീന സം കൈപ്പറ്റിയിരിക്കുന്നു. ഒരു നല്ല കൈയ്യടി നമുക്ക് സമ്മാനിക്കാം. ഇന്നത്തെ പ്രവേശനോത്സവത്തെ സംബന്ധിച്ച് തീർച്ചയായും ഇത് അഭിമാനം നിറഞ്ഞ നിമിഷമാണ്. ആദ്യ കോപ്പി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഏൽപ്പിക്കുകയാണ്.